ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. എന്താണ്, എന്തിനാണ്? നമുക്ക് നോക്കാം. ഇത് നോക്കുന്നതിന് മുൻപ് യൂട്യൂബ് എന്താണെന്ന് നമുക്കറിയണം. ഒരു ലൈബ്രറിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ ലഭിക്കുന്ന പോലെ നമുക്ക് ധാരാളം വീഡിയോസ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബിലുള്ള വീഡിയോസിനെ രണ്ടായിട്ടാണ് യൂട്യൂബ് തരംതിരിച്ചിട്ടുള്ളത്. 3 മിനിറ്റിന് താഴെ വരുന്ന വീഡിയോസ്, അതായത് ഷോർട്സ്. 3 മിനിറ്റിന് മുകളിൽ വരുന്ന വീഡിയോസ്, അതായത് ലോങ് വീഡിയോസ്. അങ്ങനെ 2 തരത്തിലുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ആദ്യം പറഞ്ഞ 4 വാക്കുകൾ, അതായത് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, അതിന് നമുക്ക് 2 പോയിൻ്റ് ഓഫ് വ്യൂന്ന്, അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം നമ്മുടെ ഭാഗം നോക്കാം. ഒരു ലൈബ്രറിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കുന്ന പോലെ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും യൂട്യൂബിനെ അറിയിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സൈഡിൽ നിന്ന് ലൈക്ക് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അറിയിക്കാനും അതിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനായിട്ട് യൂട്യൂബിൻ്റെ ഷോർട്സിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു തംസ് അപ്പ് ബട്ടൺ കാണാൻ പറ്റും. അതാണ് നമ്മൾ ലൈക്ക് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. ഡിസ്ലൈക്കിനാണെങ്കിൽ തൊട്ട് താഴെയുള്ള ബട്ടണും ക്ലിക്ക് ചെയ്യണം. ലൈക്കും ഡിസ്ലൈക്കും കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ബട്ടണാണ് കമൻറ്റ് ബോക്സ്. അതായത് യൂട്യൂബിലെ വീഡിയോസ് നമുക്ക് ഓരോ വ്യക്തികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വീഡിയോ നമുക്ക് തന്ന ആളുകളുമായി ആശയവിനിമയം നടത്താനാണ് കമൻറ്റ് ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നമ്മൾക്കുള്ള അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യമാകും. കമൻറ്റ് ബോക്സിന് തൊട്ട് താഴെ വരുന്ന യു ടേൺ പോലുള്ള ഏരോ മാർക്കാണ് ഷെയർ ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺ. നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധമുള്ള ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി നമ്മളത് അവരുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അതുപോലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളുടെയൊക്കെ ലിങ്ക് അവിടെ നമുക്ക് ലഭിക്കും. നമ്മൾ പറഞ്ഞ ലൈക്ക്, ഡിസ്ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നീ ബട്ടൺസ് ഷോർട്ട് വീഡിയോൻ്റെ റൈറ്റ് സൈഡിലാണ് കാണുക എന്ന് പറഞ്ഞ പോലെ ലോങ് വീഡിയോസിനും ഇതേ സൈൻസ് അവൈലബിളാണ്. അത് നമുക്ക് ലോങ് വീഡിയോസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ താഴെ വീഡിയോൻ്റെ ടൈറ്റിലും അതിനുശേഷം ചാനലിൻ്റെ പേരും ഒക്കെ അടങ്ങിയ ഒരു 3-4 ലൈൻസ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതേ സൈനുകൾ, ഇതേ ബട്ടൺസ് നമുക്കവിടെ കാണാൻ പറ്റും. അവിടെയും നമുക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ 4 ബട്ടൺസും നമ്മൾ ഓരോ വീഡിയോയ്ക്കും പ്രത്യേകം തന്നെ ഉപയോഗിക്കണം. ഒരു വീഡിയോ ലൈക്ക് ചെയ്താൽ അത് ആ വീഡിയോനെ മാത്രമാണ് നമ്മൾ ലൈക്ക് അറിയിക്കുന്നത്. മറ്റുള്ള വീഡിയോകൾക്ക് അത് ബാധകമാവില്ല. ഇനി സബ്സ്ക്രൈബിനെ കുറിച്ച് പറയാം. ഷോർട്ട് വീഡിയോസിലെ വീഡിയോയുടെ താഴെ ചാനലിൻ്റെ പേരിനോട് ചേർന്ന് കാണുന്നതാണ് സബ്സ്ക്രൈബ് ബട്ടൺ. ലോങ് വീഡിയോസിലാണെങ്കിൽ ഇത് വീഡിയോൻ്റെ അടിയിലുള്ള പേജിലാണ് ചാനലിൻ്റെ പേരിനോട് കൂടി സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റുക.
ഏതെങ്കിലും ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ആ ചാനലിലെ ആ വ്യക്തി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയും അതിൽ പാസ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യൽ ഒരു ചാനലിനെ ഒരിക്കൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഓൺ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തതായി യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നോക്കാം. നമ്മൾ ലൈക്ക് ചെയ്യുന്ന വീഡിയോകളെ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നത്. അതായത് ഒരു ലൈബ്രറിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കുക്കിംഗ് റെസിപ്പി അടങ്ങിയ പുസ്തകങ്ങളാണോ വേണ്ടത്, അതോ നോവല് പോലുള്ള കഥാപുസ്തകങ്ങളാണോ വേണ്ടത്, അതോ ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള കഥകളാണോ വേണ്ടത് എന്നുള്ളത് ലൈബ്രറിയൻ നമ്മളുടെ അഭിരുചി മനസ്സിലാക്കി തീരുമാനിക്കുന്നത് പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നമ്മളുടെ ഹോം പേജിലേക്ക്, അതായത് യൂട്യൂബ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പേജിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോസ് ഏതൊക്കെയാണെന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നത് നമ്മൾ കാണുന്ന വീഡിയോസും നമ്മുടെ ലൈക്കുകൾ കിട്ടുന്ന വീഡിയോസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ആ വ്യക്തിയുടെ ചാനലും സപ്പോർട്ട് ചെയ്യണോ എന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നത് നമ്മൾ ആ ചാനലിനും ആ വീഡിയോസിനും നൽകുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും അനുസരിച്ച് ആണ്. നമ്മൾ ഒരു വീഡിയോനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബും ആ വീഡിയോയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കും. ആദ്യം പറഞ്ഞ 4 ബട്ടൺസും ചെറിയ രീതിയിലെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാ ബട്ടൺസും നിങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഗാർഡൻ.